BSc നഴ്സിംഗിനാണോ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്, അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് പാരാമെഡിക്കൽ കോഴ്സുകൾക്കാണോ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത്? മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ കരിയർ നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നും നമ്മളെടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാർ BSc നഴ്സിംഗ് പഠിച്ചാലാണോ ഏറ്റവും നല്ല സാധ്യത, അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ പഠിച്ചാലാണോ ഏറ്റവും നല്ല സാധ്യത എന്നുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ BSc നഴ്സിംഗിനാണോ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത, അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് പാരാമെഡിക്കൽ കോഴ്സുകൾക്കാണോ എന്നുള്ളതാണ്. ട്രാവോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സ്റ്റുഡൻസും പാരൻസും എന്നും ചോദിക്കുന്ന വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിലുള്ള സ്കോപ്പ് എന്താണ്, ജോലി സാധ്യത എങ്ങനെയാണ്, ഏതാണ് ഏറ്റവും മികച്ച കോഴ്സ് എന്നുള്ളത്. ആദ്യം തന്നെ പറയട്ടെ, BSc നഴ്സിംഗിനേക്കാളും മികച്ചതാണ് അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത് കോഴ്സിനേക്കാൾ മികച്ചതാണ് BSc നഴ്സിംഗ് എന്ന് പറയാനും നമുക്ക് കഴിയില്ല. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ വിലയിരുത്തുന്നത് രണ്ട് കോഴ്സുകളുടെയും പ്രാധാന്യവും അതിൻ്റെ ഒരു ജോലിയുടെ സ്വഭാവവും അതിൻ്റെ സാധ്യതകളും സ്കോപ്പും അതുപോലെ തന്നെ പ്ലേസ്മെന്റ് സാധ്യതകളെ കുറിച്ചൊക്കെയാണ്. ഇന്നത്തെ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് ഇതിൻ്റെ ഒരു ബേസ് കിട്ടുമെന്നും നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാവുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുമെന്ന വിശ്വാസത്തിലാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. BSc നഴ്സിംഗ് ഓഫ് കോഴ്സ് നമ്മൾ +2 ബയോളജി സയൻസ് പഠിച്ചവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. മെഡിക്കൽ ഫീൽഡിൽ നേഴ്സിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ്. അതിന് +2 ബയോളജി സയൻസ് കമ്പൽസറി പഠിച്ചിരിക്കണം. ഇനി +2 ബയോളജി സയൻസ് പഠിക്കാൻ കഴിയാത്തവർക്ക് എന്നാൽ ഒരു സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് +2 ശേഷം ജനറൽ നഴ്സിംഗ്, അതായത് GNM കോഴ്സ് പഠിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് പോസ്റ്റ് BSc ചെയ്തുകൊണ്ട് BSc നഴ്സിംഗിന് ഇക്വലന്റ് സർട്ടിഫിക്കറ്റോടുകൂടെ ഒരു സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും +2 ബയോളജിയോട് കൂടെയുള്ള സയൻസ് കമ്പൽസറിയാണ്. ഇനി അത് ചെയ്യാൻ കഴിയാത്തവർക്ക് ഇതേ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ +2 ശേഷം ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകൾ ചെയ്തുകൊണ്ട് ലാറ്ററൽ എൻട്രിയിൽ BSc അലൈഡ് ഹെൽത്ത് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്ത് BScയുടെ ഇക്വലന്റ് സർട്ടിഫിക്കറ്റോടുകൂടെ നിങ്ങൾക്ക് ഒരു അലൈഡ് ഹെൽത്ത് ടെക്നീഷ്യൻസ് ആവാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതിലേതാണ് ഏറ്റവും മികച്ചത് എന്നുള്ളതാണ്. BSc നഴ്സിംഗ് എന്ന് പറയുന്നത് പാഷന്റെ പുറത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു കരിയറാണ്. BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഒരു നഴ്സിംഗ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഒരു കരിയർ എന്നതിൻ്റെ അപ്പുറത്ത്, അല്ലെങ്കിൽ ഒരു ജോലി എന്നതിൻ്റെ അപ്പുറത്ത് ഒരു രോഗിയോട് അവരുടെ A to Z കാര്യങ്ങൾ, കെയറിങ്, അതുപോലെ പാലിയേറ്റീവ് ഒക്കെ ആവശ്യമുള്ള ഒരു കരിയറാണ്. അതായത് കാരുണ്യം, ദയയും അതുപോലെ കൃത്യമായ പാഷനും ആവശ്യമുള്ള ഒരു ഫീൽഡാണ് സ്റ്റാഫ് നഴ്സിംഗ് അല്ലെങ്കിൽ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അത്തരം ആഗ്രഹങ്ങൾ, താല്പര്യങ്ങളുള്ള, അത്തരം പാഷനുള്ള കുട്ടികൾക്ക് മാത്രം സന്തോഷകരമായിട്ടുള്ള ഒരു കരിയർ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. എന്നാൽ അലൈഡ് ഹെൽത്ത് കോഴ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒരു ടെക്നിക്കൽ കോഴ്സുകളാണ്. എന്താണ് BSc നഴ്സിംഗും എന്താണ് അലൈഡ് ഹെൽത്ത് കോഴ്സുകളും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് വളരെ ചുരുക്കിയിട്ട് പറയാം. BSc നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ, ഒരു മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ സ്റ്റാഫ് നഴ്സായിട്ട്, നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു കരിയറാണ്. അതേപോലെ തന്നെ ഹോസ്പിറ്റലുകളിലുള്ള ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ടെക്നീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ എന്ന് പറയുന്നത്. BSc നഴ്സിംഗ് കഴിഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ ജനറൽ നഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് സ്റ്റാഫ് നഴ്സായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നഴ്സസ് ആയിട്ട് ജോലി ചെയ്യാൻ കഴിയുമ്പോൾ അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ കഴിഞ്ഞ ഒരാൾക്ക് ടെക്നീഷ്യൻസ് ആയിട്ടാണ് ജോലി ചെയ്യാൻ കഴിയുക. ഒരു നഴ്സിംഗ് മേഖല എന്ന് പറയുന്നത് ഒരു കാരണവശാലും അലൈഡ് ഹെൽത്ത് കോഴ്സിനേക്കാളും മോശമാണ് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വസ്തുത. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിനിക്ക് മുതൽ, ഒരു പോളിടെക്നിക്ക് മുതൽ, ഒരു ഹോസ്പിറ്റൽ മുതൽ, അതിനുശേഷം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും ലോവസ്റ്റ് മുതൽ ഹയർ കാറ്റഗറി വരെയുള്ള എല്ലാ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലും ഏറ്റവും ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് സ്റ്റാഫ് നഴ്സുമാരെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാഫ് നഴ്സിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും അതിൻ്റെ സാധ്യതകൾ ബൂമിങ്ങിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കാരണവശാലും അത്തരം സാധ്യതകൾ താഴോട്ട് പോകാനുള്ള ഒരു സിറ്റുവേഷനും ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ കാണാനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ളതും ഏറ്റവും സാധ്യതയുള്ള കോഴ്സും എന്ന് ചോദിച്ചാൽ അത് BSc നഴ്സിംഗ് തന്നെയാണ്. എന്ന് വെച്ച് ടെക്നിക്കൽ കോഴ്സായിട്ടുള്ള അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ മോശമാണ് എന്ന് ഒരു അർത്ഥത്തിലും പറയാൻ കഴിയില്ല. ഇന്ന് നമ്മൾ കാണുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അവിടെ അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള
ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ മൾട്ടി സ്പെഷ്യാലിറ്റി കാറ്റഗറിയിൽ വന്നപ്പോൾ അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കില്ലായിട്ടുള്ള ടെക്നീഷ്യൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയും ഇൻറ്റൻഷനോടു കൂടിയാണ് അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ഇമേജിംഗ് ടെക്നോളജി, ലബോറട്ടറി ആൻഡ് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻസ്, കാർഡിയാക് കെയർ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, അനസ്തേഷ്യ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, അതുപോലെ കാർഡിയാക് വാസ്കുലർ ടെക്നോളജി, റെനൽ ഡയാലിസിസ്, ഒപ്റ്റോമെട്രി തുടങ്ങിയിട്ടുള്ള ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ വന്നപ്പോൾ അവിടെയൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കില്ലായിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ റിക്വയർമെൻറ്റും അതിനനുസരിച്ച് കൂടി വരികയും അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ടെക്നീഷ്യൻസിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ വന്നിട്ടുള്ള അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ ഒരു കാരണവശാലും ഒരിക്കലും മോശമാണ് എന്ന് പറയാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു കെയറോടുകൂടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, അതായത് രോഗിയുടെ A to Z കാര്യങ്ങൾ വളരെ കൃത്യമായി കാരുണ്യത്തോടുകൂടെ ദയോടുകൂടെ പരിചരിക്കേണ്ടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അത്തരം സാഹചര്യത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക്, അത്തരം സാഹചര്യത്തോടുകൂടെ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത കുട്ടികൾക്ക്, എന്നാൽ മെഡിക്കൽ ഫീൽഡ് കരിയറായിട്ട് തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്റ്റുഡൻസിന് വളരെ കൃത്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അലൈഡ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ ടെക്നീഷ്യൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഒരു ലബോറട്ടറിയിൽ ഒരു ലാബ് ടെക്നീഷ്യനായിട്ട്, അല്ലെങ്കിൽ MIT പഠിച്ചവർക്ക്, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി പഠിച്ചവർക്ക് റേഡിയോളജിയിലും സ്കാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലും ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയിലും അതുപോലെ അനസ്തേഷ്യ ടെക്നോളജിയിലൊക്കെ ടെക്നീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലഘട്ടത്തിൽ കിഡ്നി പേഷ്യൻസിൻ്റെ ഒക്കെ എണ്ണം ഒരുപാട് കൂടുമ്പോൾ അവിടെ ഡയാലിസിസ് ടെക്നോളജിസ്റ്റായിട്ട് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്ന അലൈഡ് ഹെൽത്ത് കോഴ്സ്. അങ്ങനെ ഒരു ടെക്നീഷ്യൻസ് ആയിട്ട് ആ നഴ്സിംഗ് ഫീൽഡിൻ്റെ ആ ഒരു രീതിയിലുള്ള കൾച്ചറിൽ നിന്ന് വിഭിന്നമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യാൻ കഴിയുന്ന ഇൻഡസ്ട്രികളാണ് അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ജോലി സാധ്യതകളെ കുറിച്ച് പറയുമ്പോഴും BSc നഴ്സിംഗിന് തന്നെയാണ് ഡിമാൻഡ് കൂടുതൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലിനിക്ക് മുതൽ ഒരു മെഡിക്കൽ കോളേജ് കാറ്റഗറി വരെയുള്ള എല്ലാ ഇൻഡസ്ട്രിയിലെയും ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറയുന്നത് സ്റ്റാഫ് നേഴ്സ് തന്നെയാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അതുപോലെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകൾ വരുന്ന സമയത്ത് മാത്രമാണ് ഇത്തരം അഡീഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ വരുന്നത്. അതായത് സാധാരണയുള്ള ഒരു ഹോസ്പിറ്റലുകളിലോ ക്ലിനിക്കുകളിലോ ഒന്നും മൾട്ടി സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ വരാറില്ല. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിൽ സ്വാഭാവികമായിട്ടും ഈ അലൈഡ് ഹെൽത്ത് ടെക്നീഷ്യൻസിൻ്റെ ആവശ്യവും വരാറില്ല. എന്നാൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് കാറ്റഗറീസ് ഒക്കെ വരുമ്പോൾ അവിടെ ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവുകയും അവിടെയൊക്കെ ഈ ടെക്നീഷ്യൻസിൻ്റെ വേക്കൻസീസ് ഉണ്ടാവുകയും അലൈഡ് ഹെൽത്ത് കോഴ്സ് പഠിച്ചവർക്ക് അത്തരം വേക്കൻസീസിന് കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് ജോലി നേടാനും കഴിയുമെന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു ജോലി സാധ്യതകളെയും ഇതിൻ്റെ സ്കോപ്പിനെ കുറിച്ച് പറയാനാണെങ്കിലും BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് തന്നെയാണ് ജോലി സാധ്യത കൂടുതൽ. അത് സ്വദേശത്താണെങ്കിലും അത് വിദേശത്താണെങ്കിലും ഒരു 10 റിക്വയർമെൻറ്റ് വരുന്ന സമയത്ത് അവിടെ 6 or 7 BSc നഴ്സിംഗ് അല്ലെങ്കിൽ സ്റ്റാഫ് നേഴ്സിന് ആവശ്യമുള്ളപ്പോൾ 3 or 4 ടെക്നീഷ്യൻസിനെ മാത്രമാണ് ആവശ്യം വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ജോലി സാധ്യത കൂടുതലും BSc നഴ്സിംഗ് പഠിച്ചവർക്ക് തന്നെയാണ്. അപ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞാലുള്ള സാധ്യതകൾ എന്താണ്, ഒരു അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ കഴിഞ്ഞാലുള്ള സാധ്യതകൾ എന്താണ് എന്ന് ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഈ രണ്ട് ജോലിയുടെയും 2 കരിയറിൻ്റെയും സ്വഭാവം എന്താണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും പാഷനും അനുസരിച്ച് ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങളിവിടെ സമീപിക്കേണ്ടുന്ന രീതി. കൂടാതെ അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ നോക്കുന്നവർക്ക് ഏറ്റവും മികച്ച കോഴ്സുകൾ ഏതിനൊക്കെയാണ് കൂടുതൽ സാധ്യതയുള്ളത്, ഇത്തരം കോഴ്സുകൾ എവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്, പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇത്തരം കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏതൊക്കെ സ്ഥാപനമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇതിന് ഏറ്റവും മികച്ച കോഴ്സ് ഏതാണ്, അത്തരം കോഴ്സുകൾ ഏറ്റവും മികച്ച സ്ഥാപനം ഏതാണ്. ഇനി BSc നഴ്സിംഗ് ജനറൽ നഴ്സിംഗ് നോക്കുന്നവർക്കാണെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏത് രീതിയിലുള്ള സ്ഥാപനങ്ങളിലാണ് നമ്മൾ നഴ്സിംഗ് പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. കൂടാതെ അത്തരം സ്ഥാപനങ്ങളിൽ ₹1 പോലും സർവീസ് ചാർജ് ഇല്ലാതെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള A to Z കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത് കോഴ്സുകളിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് വരുന്നത്, ഏതൊക്കെ കോഴ്സുകൾക്കാണ് സ്കോപ്പ് കൂടുതലുള്ളത്, ഡിമാൻഡ് കൂടുതലുള്ളത്, ഏറ്റവും മികച്ച അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള അലൈഡ് ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ എപ്പിസോഡ്, ഏതൊക്കെ കോഴ്സുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അത് എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊക്കെയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് വരുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അതത് സമയത്ത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെൽ ഐക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ വേണം. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് മനാഫ് സൈനിങ് ഓഫ്.